ഇതാ രാവിലെ നമ്മളിപ്പോൾ അതുപോലെ രാവിലത്തെ പരിപാടി മുതൽ തുടങ്ങാൻ പോവാണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കടലയും ഗോതമ്പ് കൂട്ടുക. അപ്പോൾ അതിന് വേണ്ട കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശകലം തേങ്ങ കൂടെ വറക്കും. അപ്പോൾ തേങ്ങ വറുത്ത് നടുക്ക വെച്ചായിരുന്നു. തേങ്ങ വറുത്ത് അതിനകത്ത് ഇച്ചിരി മസാല, ഇതിനകത്ത് ഇച്ചിരി ഗ്രാമ്പുണ്ട്, പെരിഞ്ജീരകമുണ്ട്, കറുവപ്പട്ടയുണ്ട്, കുരുമുളകുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നോക്കട്ടെ. മുളക് പൊടിയോടെ ഇട്ട് കൊടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം അതൊന്ന് ആകുമ്പോഴത്തേക്ക് പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റാൻ വെക്കാം. ഉള്ളി വഴറ്റാം, ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. തേങ്ങ അങ്ങനെ കൂട്ടിയിട്ടാൽ അങ്ങ് അതൊന്ന് മൂത്ത് പോകും. ഇളക്കി കടുക് ഇട്ട് കൊടുക്കും. കടുക് കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സവാള, 2-3 പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില, ഇത്രയും കൂടാണ് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്കോട് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഗോതമ്പ് പൊടി വറുത്ത് ഞാനൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒരു കറക്കി ഇറക്കാമെങ്കിൽ നല്ല ഒരു മയവും കിട്ടും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പം അത് ഉള്ളി ഒന്ന് വാട്ടി വെച്ചിട്ട് നമുക്കത് മിക്സിയിലുണ്ടാകും. അപ്പോഴത്തേക്ക് നമുക്കിത് ഇതൊന്ന് അരച്ചുകൊണ്ട് വേണം. തേങ്ങ വറുത്തതും ഒന്ന് അരച്ചുകൊണ്ട് വേണം. നമ്മുടെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഞാൻ അരച്ച് കൊണ്ടുവന്നത് അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ച് അപ്പോൾ ഇനി ഉള്ളിയും തക്കാളിയും കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കൂടെ ഒന്നുകൂടെ വാടുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പൊന്നിട്ട് അരച്ച് വെച്ചൊന്നിട്ട് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുക്കാം. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ വറുത്ത് ഞാൻ അരച്ച് നമുക്കിനി കടല കൂടെ ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്തു. ശകലം ഉപ്പ് വേണം, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കടല ഞാൻ വേവിച്ചതായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. അപ്പോൾ എൻ്റെ ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജാറ് കഴി ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി അതൊന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തിളക്കട്ടെ. ഇതാ അപ്പം നമ്മുടെ കടലക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ട കടലക്കറി എല്ലാം റെഡിയായി.
പാകത്തിനുപ്പും എല്ലാം ഉണ്ട്. അതവിടെ ഇരിക്കണം. അത് നമ്മൾ പുട്ട് പുഴുങ്ങാനുള്ള ഞാൻ ഇഡ്ഡലി കുട്ടകത്തിലാണ് പുട്ട് പുഴുങ്ങുന്നത്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. എന്താ പൊടിയെല്ലാം ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ച് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കട്ടയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തട്ടിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടി വാരിയിട്ട് കൊടുക്കാം. കണ്ടോ? ഈ വീഡിയോ ഞാൻ തന്നെത്താൻ എടുക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ ക്ഷമിക്കണം. ഞാൻ വീഡിയോ തന്നെ എടുത്താണ് ചെയ്യുന്നത്. കണ്ടോ? വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. ഇപ്പോൾ 2 തട്ടിലും വാരി വെക്കാം. ഇപ്പോൾ 2 തട്ടിലും വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവട്ടെ, മൂടി വെക്കാം. അപ്പം നമ്മുടെ പുട്ട് വെന്തോന്നൊന്ന് നോക്കാം. പുട്ടൊക്കെ വെന്ത് നല്ല ആവി വരുന്നു. ഇത് നോക്കട്ടെ. ആവിയൊക്കെ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.